സാർ, എൻ്റെ പേര് സിനാൻ എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു കേസിൽ ഒരു നിരപരാധി കുടുങ്ങി പോവുകയാണെങ്കിൽ ആദ്യം ആ ഒരു ഫസ്റ്റ് ടൈമിൽ മീഡിയ അവരെ കുറ്റവാളി എന്നുള്ള രീതിക്കായിരിക്കും പബ്ലിഷ് ചെയ്യാം. എന്നാൽ അയാൾ ഒരു നിരപരാധിയാണ് എന്ന് അറിയുന്ന ആ ഒരു ടൈമിൽ എന്തുകൊണ്ട് മീഡിയ അത് ജനങ്ങളിലേക്ക് അയാൾ ഒരു നിരപരാധിയാണ് എന്നുള്ളത് അത്ര വൈഡ്ലി ആയിട്ട് എത്തിക്കുന്നില്ല? പ്രധാനപ്പെട്ട വിമർശനമാണ് മാധ്യമങ്ങളെക്കുറിച്ചുള്ളത്. അതായത് ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് കുറ്റാരോപിതരായ മനുഷ്യർ വലിയ തോതിൽ അവരുടെ പടങ്ങളും അവരെക്കുറിച്ചുള്ള കഥകളും കൽപ്പിത കഥകളും അപസർപ്പക കഥകളെല്ലാം മാധ്യമങ്ങൾ വലിയ തോതിൽ കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഒരു സ്ത്രീ 7 വർഷം ഒരു അധ്യാപകനെതിരെ 7 വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു പീഡന പരാതി തെറ്റായിരുന്നുവെന്നും വൈരാഗ്യത്തെ മുൻനിർത്തി ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണെന്നും കോടതിയിൽ തിരുത്തി പറഞ്ഞു. 7 വർഷം അധ്യാപകൻ അനുഭവിച്ച പീഡയ്ക്ക് ആര് ഉത്തരം പറയും? പക്ഷെ അന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായിട്ടുണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പം മാധ്യമങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് വിമർശന പാഠങ്ങൾ ഒരുപാടുണ്ട്. മാധ്യമങ്ങൾ എന്തുമാത്രം റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് എടുക്കുന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. ഇന്നത്തെ ദിവസത്തെ സെലിബ്രേഷൻ എന്ത് കിട്ടുന്നു എന്നതിനെ മുൻനിർത്തി അതങ്ങോട്ട് ആഘോഷിക്കുക, പിന്നെ കുറെ കഴിയുമ്പോൾ അതിനകത്ത് എന്ത് ശരിക്കും സംഭവിച്ചു എന്ന കാര്യം വിട്ടുകളയാന്ന് പോലത്തെ പ്രശ്നങ്ങളുണ്ട്. അതിൽ തന്നെ മാധ്യമങ്ങൾക്ക് പലതരത്തിലുള്ള മുൻവിധികളുണ്ട്. സ്ത്രീകളാകുമ്പോൾ മുൻവിധികളുണ്ടാവും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസും സോളാർ കേസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. മുസ്ലിങ്ങളാവുമ്പോൾ മുൻവിധികളുണ്ടാവും, ദലിതുകളാവുമ്പോൾ മുൻവിധികളുണ്ടാവും. ഇപ്പോൾ കളമശ്ശേരിയിൽ ഒരു ബോംബ് പൊട്ടി 9 പേരാണ് മരിച്ചത്. ആ ബോംബ് സ്ഫോടനം നടത്തിയ ആളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ അതൊരു മുസ്ലിം തീവ്രവാദ സംഘടന പൊട്ടിച്ചതാണെന്ന് മാധ്യമങ്ങൾ ആകെ തന്നെ അച്ചു നിരത്തി ആദ്യത്തെ മണിക്കൂറുകൾ. പക്ഷേ പിന്നെ സംഭവിച്ചെന്താണ് നമ്മൾ കണ്ടു, മാർട്ടിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൊട്ടിച്ചാണത്. അത് കഴിഞ്ഞു ആദ്യം ഭീകരാക്രമണം എന്ന് കൊടുത്ത മാധ്യമങ്ങൾക്ക് പിന്നീട് മാർട്ടിൻ പൊട്ടിച്ചതാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്ന ഘട്ടത്തിൽ കടമശ്ശേരിയിലുണ്ടായ ഒരു സ്ഫോടനമായിട്ടത് മാറി. ഭീകരാക്രമണം എന്ന ടേം തന്നെ അവിടെ നിന്ന് ഇല്ലാതായി പോയി. ആ മാധ്യമങ്ങൾക്ക് വലിയതുള്ള മുൻവിധികൾ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സ്റ്റേണലാണ്, സർക്കാർ കൊടുക്കുന്ന പ്രശ്നമാണ്. സർക്കാരുകൾ, വൻകിട ലോബികൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതങ്ങൾ, അവർ കൊടുക്കുന്ന പ്രശ്നത്ത് മാധ്യമങ്ങൾ പ്രയാസം അനുഭവിക്കുന്നു. ഇന്റേണൽ ഫാക്ടറീസ് മാധ്യമങ്ങളുടെ ക്വാളിറ്റി ലോസ് ആണ്. ഭയങ്കരമായി ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. 10 പേരെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, എന്ത് തലക്കെട്ട്, എന്ത് തമ്പ് കൊടുക്കാം, എന്ത് ക്ലിക്ക് ബൈറ്റ് കൊടുക്കാം, അത് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുക്തി നേടേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ക്വാളിറ്റി ഡിമാൻഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചപ്പും ചവറൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്ന പ്രഷർ കൂടി ഉണ്ടാവണമെന്നാണ് ഞാൻ പറയാം.